നീ ഇതൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകുന്നേ? എന്താ സാർ മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് കൂടെ വന്നതാണെന്ന്. ഇന്നത്തെ ഇവന്റ് ഞാനാ മാനേജ് ചെയ്യുന്നത്. ഗസ്റ്റിന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇന്ന് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് സാർ. അതുകൊണ്ടാ എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നേ. ബൈ സാർ. സൃഷ്ടി. യെസ് സാർ. നിന്റെ ബുദ്ധി കുറെ വേണ്ടാത്ത കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ടല്ലേ? സാറിന് അങ്ങനെ പറഞ്ഞു? ഐ മീൻ ഐ നീഡ് യുവർ ഹെൽപ്പ്. ഒരു സൈക്കോ പെൺ എന്റെ പിന്നാലെ കൂടിയിരിക്കാം. ഞാൻ അവളെ പ്രേമിക്കൊന്നുമല്ല, അവൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. എന്റെ ഹീറോ ഇമേജ് അവൾക്ക് ഇഷ്ടം. അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കിരൺ നമ്പരുടെ ലൈഫിൽ കല്യാണത്തിന് ഒരു സ്ഥാനവുമില്ല. അവളെ ഒഴിവാക്കാനായി എന്തെങ്കിലും ഒരു ഐഡിയ പറയുന്നേ. ഐഡിയ ഒക്കെ ഞാൻ തരാം സർ. പക്ഷേ ഈ പെണ്ണ് പോയി കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും പെണ്ണ് സാറിന്റെ പുറകെ വരും. കാരണം സാർ ഇത്രയ്ക്ക് ഹാൻഡ്സം സൂപ്പർ സ്റ്റാർ ക്രിക്കറ്റ് സ്റ്റാർ ആണല്ലോ. അതിനെപ്പറ്റി നീ ആർക്കും അത്ര ഫൂട്ടേജ് കൊടുക്കാതെ കല്യാണത്തിലേക്ക് എത്തിച്ചേരാതെ ഞാൻ നോക്കിക്കോളാം. നീ പ്ലീസ് ഐഡിയ തരുന്നേ. ആ ഐഡിയ കിട്ടി. സാർ ഏത് പെണ്ണിനെയാണോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അവളെ സാർ മറ്റൊരു പെണ്ണിനെ പ്രേമിക്കുന്നതായി തെറ്റിദ്ധരിപ്പിക്കുക. മാഡ്ലി ഇൻ ലവ് ടൈപ്പ്. ഇത് കാണുമ്പോ ആ പെണ്ണ് ജലസ് ആവും. ജലസ് കൊണ്ട് അവള് തന്നെ ചിന്തിക്കും ഞാൻ പെട്ടുപോയല്ലോന്ന്. എന്നിട്ട് അവള് സാറിനെ വിട്ടങ്ങ് പൊക്കോളും. ഗ്രേറ്റ് ഐഡിയ. പിന്നെ നീ നിന്റെ ആ ചേച്ചിയില്ലേ അവരെ പോലെയല്ല. ആ ചേച്ചി കുറച്ച് ബോറിംഗ് ആണ്. എക്സാക്ട്ലി. ഒരു മിനിറ്റ് സർ. സാറ് പറഞ്ഞ ആ പെണ്ണ് എന്റെ ചേച്ചി. ആർ യു ക്രേസി? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഗുഡ്. അപ്പൊ ഓക്കെ. ആ പിന്നെ ഞാൻ സാറിന്റെ ചേട്ടന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. റോഹിതേട്ടനോ? ആ വാട്ട്? സാറിന്റെ ചേട്ടന്റെ മനസ്സിൽ എന്റെ ചേച്ചിയോട് ഫീലിംഗ്സ് ഉണ്ട്. വാട്ട്? ഈ കാര്യം നിന്നോട് പ്രീതിയാണോ പറഞ്ഞേ? ഇല്ല സർ, ചേച്ചി എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്റെ ചേച്ചിക്ക് ഇത് അറിയാമെന്നും തോന്നുന്നില്ല. ഇതൊക്കെ എന്റെ സംശയമല്ല സർ, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം. സാറിന്റെ ചേട്ടന്റെ മനസ്സിൽ എന്റെ ചേച്ചിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അല്ല സോഫ്റ്റ് കോർണർ അല്ല, വലിയ കോർണറാ. സാറൊന്നും ഞെട്ടിപ്പോയില്ലേ? സർ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ. ഓക്കെ ബൈ സർ. ചേട്ടനും സൈക്കോ പെണ്ണും. ഐ ഡോണ്ട് ബിലീവ് ദിസ്. സമീർ, മിസ്റ്റർ രവീന്ദ്രൻ വന്നില്ലേ? ചേട്ടാ, ഹീസ് ഹിയർ. ഹീസ് വിത്ത് അക്ഷയ് ആൻഡ് കാർത്തിക. ഓ ഗോഡ്. യെസ് മിസ്റ്റർ സലീം, ഇപ്പൊ എന്താ പ്രശ്നം? ഐ ആം സോറി സാർ. സാറിന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുകയാണെന്ന് അറിയാം. ഇന്നലെ ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. കാരണം ഇത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് സാർ. നമ്മുടെ ആഡിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മോഡലിനെ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. വാട്ട്? വീട്ടിലേക്ക് വിട്ടുന്നോ? മിസ്റ്റർ സലീം, ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? നിങ്ങളുടെ തലയ്ക്ക് എന്താ വട്ടായോ? ഇന്ന് എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് ആണ്, എന്നിട്ട് നിങ്ങൾ ആ മോഡലിനെ വീട്ടിലേക്ക് വിട്ടല്ലേ? ചേട്ടാ അത് പിന്നെ ചേട്ടാ, ഐ ആം സോറി. അവനെ വഴക്ക് പറയരുത്. ആക്ച്വലി ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഞാനത് ചേട്ടനോട് പറയാൻ മറന്നുപോയതാണ്. സോറി സാർ. എക്സ്ട്രീംലി സോറി. പക്ഷേ സാർ സ്പെസിഫിക്കലി പറഞ്ഞിരുന്നല്ലോ ഈ ആഡ് സാറിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. ആ മോഡലിനെ ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ സാർ ആഡിന്റെ ഷൂട്ട് മറ്റന്നാൾ വൈകുന്നേരമാണ്. ആ പോട്ടെ. ചേട്ടാ, ആ ഫോണും തരാവോ എനിക്ക്? ഒരു സെക്കൻഡ്. താങ്ക്സ്. ഹലോ സലീം, നീ ആരെ അയച്ചേ? വാട്സ് ഹിയർ നെയിം? ഹലോ സാർ. സോറി. യു സേ സംതിങ്? സാർ, ആ മോഡൽ വരുന്നത് ആഡിന്റെ ഡ്രസ് കോഡിലായിരിക്കും. പിന്നെ ഡ്രസ്സിന്റെ കളർ വൈറ്റ് ആൻഡ് ഗോൾഡ് ആയിരിക്കും. ശരി, ഞാൻ രോഹിത് ചേട്ടനോട് പറഞ്ഞോളാം. ചേട്ടാ, അവൻ പറഞ്ഞത് ആ പെണ്ണ് നമ്മുടെ ആടിന്റെ ഡ്രസ് കോഡിലായിരിക്കും വരികയെന്നാ. ഷീസ് വിയറിംഗ് വൈറ്റ് ആൻഡ് ഗോൾഡ്. എന്താ അവരുടെ പേര്? ഓ ഗോഡ്, ഞാൻ സൃഷ്ടിയെ കണ്ടപ്പോ എന്റെ തല തിരിഞ്ഞു പോയി. ആ മോഡലിന്റെ പേര് ഞാൻ കേട്ടില്ല. ഇനി ചേട്ടനോട് ഞാൻ എന്ത് പറയും? സമീർ, അവരുടെ പേരെന്താന്ന്? ഷേ കൊണ്ടുള്ള എന്തോ പേരായിരുന്നു ചേട്ടാ. വളരെ വിചിത്രമായ പേരായിരുന്നു. സോറി, ഐ ക്യാൻ ക്യാച്ച് ഇറ്റ് പ്രോപ്പർലി. പിന്നെ നീ എന്താ ക്യാച്ച് ചെയ്യുന്നേ? ശരി ചേട്ടാ, ഐ വിൽ മേക്ക് എ മൂവ് അപ്പ്. ഞാൻ പോയിട്ട് വരാം. നിന്റെ കാലിനെന്തോ പറ്റി? ഒരു 10 അടി നീളമുള്ള കൊടുങ്കാറ്റായിട്ട് കൂട്ടിയിടിച്ചതാ. എന്താ ജോക്കാണോ? ജോക്കായിട്ടൊട്ടും തോന്നില്ല കേട്ടോ. ആ പെണ്ണ് ഫണ്ടിയൊന്നുമല്ല. താനുണ്ടല്ലോ ഒന്നാം നമ്പർ നുണയനാ. ലിസൺ പ്ലീസ്, ഇന്ന് എന്നോട് ക്ഷമിച്ചേക്ക്. ഇന്ന് ഞാൻ വഴക്കുണ്ടാക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല. നീ പോയി. You know what? ആക്ച്വലി ഞാൻ ഭയങ്കര ഫണ്ണിയാണ്. ഞാൻ എപ്പോ ജോക്സ് പറഞ്ഞാലും ആളുകളെല്ലാം കമ്പൽസറി ആയിട്ട് ചിരിച്ചിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ആളുകളാണെങ്കിലേ കഴുതയുടെ മുന്നിൽ പാട്ട് പാടി കൊടുക്കുന്ന പോലെ ആയിപ്പോവും. നീ ഒന്ന് ഇവിടുന്ന് പോയെ. ഇന്ന് വേറെ ആരെങ്കിലും നോക്ക്, എന്നിട്ട് എന്നെ വെറുതെ വിട്. നിന്നെ വെറുതെ വിടാനോ?
നീ എന്റെ കാല് ചവിട്ടി മരിച്ചു, എന്നിട്ട് ഞാൻ നിന്നെ വെറുതെ വിടണോ? അത് ശരി, ദാറ്റ് വാസ് ആക്ച്വലി എ ലോട്ട് ഓഫ് ഫൺ. ആ കാര്യം നിനക്ക് ശരിക്കും മനസ്സിലായി കാണുമല്ലോ, അത് ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന്. ആൻഡ് റിമെമ്പർ വൺ തിങ് വെരി ക്ലിയർലി, എന്നെ കുത്തിയാ ഞാൻ തിരിച്ചു കുത്തിയിരിക്കും. വാച്ച് ഔട്ട് ബാബ്. എന്നെ കുത്തിയാ ഞാനും തിരിച്ചു കുത്തിയിരിക്കും. സമീർ പൊട്ട പീറ ചെറുക്കൻ. ഇവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവനെ ഞാൻ തോൽപ്പിക്കുന്നത് കണ്ടോ? എക്സ്ക്യൂസ് മീ. യെസ് മാഡം. ഇങ്ങോട്ട് വന്നേ. യെസ് മാം. ഈ ഐസ് ബക്കറ്റ് ഞാൻ എടുത്തോളാം. ഓക്കെ? അത് മാഡം എന്റെ ഡ്യൂട്ടിയാണിത്. അത് കുഴപ്പമില്ല. താൻ പോയി സ്നാക്സ് ചെക്ക് ചെയ്യ്, ഷോർട്ടേജ് ഉണ്ടോന്ന്. ഗോ ഫാസ്റ്റ്. ശരി മാഡം. സമീറിന്റെ ബുദ്ധി കരിയുന്ന മണം വരുന്നുണ്ട്. അതൊന്ന് ശരിയാക്കേണ്ട കാര്യമുണ്ട്. ഐസ് വെള്ളം അങ്ങോട്ട് വീഴുമ്പോഴേ അവന്റെ തലയുടെ ചൂടങ്ങ് പോയിക്കോളും. അവൻ അങ്ങോട്ടല്ലേ പോയത്. ഞാനും വരുന്നുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ചേട്ടനെ പറ്റി സൃഷ്ടി പറഞ്ഞത് ഇനി സത്യമാണോ? ചേട്ടനും ആ സൈക്കോ പെണ്ണും? നോട്ട് പോസിബിൾ. ഓ ഗോഡ്. ഈ പെണ്ണി വീട്ടിലേക്ക് വരും മുൻപ് എന്റെ ലൈഫ് എത്ര സ്മൂത്ത് ആയിട്ടാ പോയിക്കൊണ്ടിരുന്നേ. ഈ പാര വന്ന ശേഷം എല്ലാം കുളമായി. ഈ വെള്ളപ്പൂച്ച എന്റെ വഴി തടഞ്ഞും എന്റെ എല്ലാ സെറ്റിംഗ്സും ഇളക്കി വെച്ചിരിക്കുക. 4-5 മണിക്കൂർ ജോലിക്ക് വേണ്ടി അവള് വരുന്നത്. ഇനി പെർമനന്റ്ലി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ എന്റെ ജീവിതം നശിച്ചു പോവും. എനിക്ക് തോന്നിയത് കാർത്തിക ഈ എൻഗേജ്മെന്റിന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കായിരുന്നു എന്നാ. അത് അവളുടെ ഈ തിളങ്ങുന്ന മുഖം കണ്ടാൽ തന്നെ അറിയാം. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അതങ്ങനെ ആയിരിക്കുമല്ലോ, ഞാനല്ലേ കെട്ടുന്നേ. അക്ഷയന്റെ ഈ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ നല്ലതാ. ഐ നോ, പക്ഷേ ഞാൻ പറയുന്നത് തമാശയല്ല. ഐ എം സീരിയസ്. കാർത്തിക, എനിക്ക് ദാഹിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താ. അതെ, ഒരു മിനിറ്റ്, ഞാൻ ആരോടെങ്കിലും കൊണ്ടുവരാൻ ഏയ് വേണ്ട. പറയാം. അതെ, ആക്ച്വലി അവള് കൊണ്ടുവരട്ടെ, ഇതൊരു ശീലമാക്കാമല്ലോ. ഈ അക്ഷയ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതായത് ഭാര്യ അടക്കി ഭരിക്കുന്ന ഭർത്താക്കന്മാരെ പോലെ. അതെ കാർത്തിക, നീ അക്ഷയെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാ? ഓഹോ, എന്നോട് ഇത്രയും ആറ്റിറ്റ്യൂഡ് കാണിക്കുക, എന്നെ ഇഗ്നോർ ചെയ്യാണല്ലേ? എങ്കിലും ഇവിടെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. വാടോ, താനിങ്ങോട്ട് വാ. നല്ല രസമായിരിക്കും. സമീർ, എന്നോട് പ്രതികാരം ചെയ്യോത്ര. പ്രതികാരം എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാ വാ വാ, ഓടി വാ. എനിക്ക് സൈക്കോട് സംസാരിച്ചേ തീരൂ. എന്റെ ചേട്ടനെ വലയിലാക്കുന്നത് മര്യാദയ്ക്ക് നിർത്തിക്കോളാം. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. സീരിയസ് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. What the hell? നിനക്ക് ഹോളി കളിക്കാൻ അത്ര ഇഷ്ടമാണെങ്കിൽ മറ്റാരുടെങ്കിലും കൂടെ പോയി കളിക്കാം. സോറി സോറി സോറി, ഞാനത് വേറൊരാളുടെ. ഓ ഗോഡ്, സാറിനോട് എങ്ങനെ പറയും സാറിന്റെ അനിയനുമായിട്ട് ഞാൻ വഴക്കാണെന്ന്? ഞാൻ പറഞ്ഞത് ഞാൻ ഐസുമായിട്ട് ഇതിലെ വരുമായിരുന്നു. എന്റെ കാല് തന്നെ പോയി. സോറി സർ. വാഷ്റൂമിൽ പോയി ശരിയാക്കേണ്ടി വരും. Idiots. എന്റെ സൃഷ്ടി. ഹായ്. ഹായ്. ഹായ്, ഐ എം ഷെർലിൻ. ചേട്ടാ, അവൻ പറഞ്ഞത് ആ പെണ്ണ് നമ്മുടെ ആടിന്റെ ഡ്രസ് കോഡിലായിരിക്കും വരികയെന്നാ. ഷീസ് വിയറിംഗ് വൈറ്റ് ആൻഡ് ഗോൾഡ്. എന്താ അവരുടെ പേര്? ഷാ കൊണ്ടുള്ള എന്തോ പേരാണ്. ഹായ് ഷെർലിൻ, എന്നോട് എന്റെ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുമെന്ന്. സോ ഷെർലിൻ, ഷാൽ വി ഗോ ദേർ ആൻഡ് സിറ്റ്? എന്താന്ന് വെച്ചാ ഇവിടെ ധാരാളം ഗസ്റ്റ് ഉണ്ട്. നിനക്കറിയാമോ, ഞാൻ വന്നിട്ട് കുറെ നേരമായി. റിയലി? അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരായിരുന്നില്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഐനോ, പക്ഷെ താങ്കൾ വളരെ ബിസി ആയിരുന്നു. പിന്നെ ഗസ്റ്റിന്റെ കൂടെ സംസാരിക്കുകയായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ജോലി ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ പ്രയോറിറ്റി ആയിട്ട് മാറും. ആൻഡ് ഐ ബിലീവ് അങ്ങനെയാണ് വർക്ക് കൊണ്ടുപോകേണ്ടത്. സോ ഷെർലിൻ, ടീം എന്നോട് പറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 10 പെൺകുട്ടികളിൽ നിന്നാണ് തന്നെ സെലക്ട് ചെയ്തതെന്നാണ്. എങ്കിലും അവരാവശ്യപ്പെടുന്നത് ഞാൻ തന്നെ പേഴ്സണലായിട്ട് കാണണമെന്ന്. സോ ഷാൽ വി ബിഗിൻ? വാട്ട്സ് യുവർ ഹൈ? 5'9". Can you take off your heels, please? Don't worry. Actually, എന്താണെന്നോ, ഫോട്ടോഗ്രാഫി നിൽക്കുന്ന എല്ലാവരും they should look like a family. എല്ലാവർക്കും ഒരേ ഹൈറ്റ് ആണ്. താങ്കൾക്ക് തോന്നുന്നില്ലേ ഈ ചെക്കിംഗ് കുറച്ച് കൂടിപ്പോയെന്ന്? ഐ മീൻ, ഞാൻ എപ്പോഴും വിത്തൗട്ട് ഹീൽസ് ഉറപ്പായും ചെക്ക് ചെയ്യും.
ഒരിക്കൽ പറ്റിക്കപ്പെട്ടു കേട്ടോ. ഒരു പെൺകുട്ടി 6 ഇഞ്ച് ഹീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ ആം പ്രിറ്റി വിസിറ്റ് അബൌട്ട് ദാറ്റ്. ഓ ഗോഡ്, ഇയാൾ എന്താ ചെയ്യാൻ പറയുന്നത്? നെവർ മൈൻഡ്, ഷൂസ് റിമൂവ് ചെയ്താൽ മതിയല്ലോ. Can you stand? സ്റ്റാൻഡ്? Yes. ഓ ഐ സീ. ഓരോരോ കാരണം പറഞ്ഞ് എല്ലാ സൈഡിൽ നിന്നും എന്നെ ചെക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണോ? Can you turn around? Face profile. ഒരു കാര്യം കൂടി, ഒന്ന് നടന്നു കാണിക്കാൻ പറ്റുമോ? ഇനി നീ എന്നോട് ചോദിക്കും എനിക്ക് കുക്കിംഗ് അറിയുമോ ഇല്ലയോ എന്ന്. സോറി. എല്ലാരും ചോദിക്കാറുണ്ട്. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. എനിക്ക് കുക്കിംഗ് അറിയില്ല. ബട്ട് ഐ ആം റിയലി ഗുഡ് അറ്റ് ഓർഡറിംഗ് സ്റ്റഫ്. ഓക്കെ, ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ ആളുകൾ നിന്നോട് കുക്കിംഗ് അറിയാവൂന്ന് ചോദിക്കുന്നത് എന്തിനാണ്? എക്സാക്ട്ലി. ഇന്നത്തെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. ഹാ, ശരി, തന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാ? പല കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ ബെസ്റ്റ് ക്വാളിറ്റി എനിക്ക് ഒരേ സമയം ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യാനാകും. ഞാൻ എന്റെ ഡാഡിന്റെ അഡ്വർടൈസ്മെന്റ് ഫേമിൽ ഒത്തിരി സഹായിക്കാറുണ്ട്. ആൻഡ് മോഡലിംഗ്? മോഡലിംഗ്? യാ, നിങ്ങളുടെ എന്റെ ആഡിന്റെ മോഡലായിട്ട് വന്നതല്ലേ? താങ്കൾ എന്താണ് പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഷൈനിങ് ബ്രാൻഡിന്റെ ഓഫീസിൽ നിന്നല്ലേ വന്നേ? മറ്റന്നാൾ ഞങ്ങളൊരു ആഡ് ഉണ്ട്. നിങ്ങൾ അതിനു വേണ്ടി സെലക്ട് ആയിരിക്കുകയാണ്. യു നോ വാട്ട് ഐ മീൻ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ പെൺകുട്ടി ചേട്ടനെ കാണാൻ വന്നതാ. ഷീസ് ദ സെയിം ഗേൾ. ഇവളുടെ കാര്യം ഓഫീസിൽ നിന്ന് ഫോണിൽ അറിയിച്ചത്. ഐ മീൻ ഷീസ് എ മോഡൽ. ഓ, രോഹിത് ഞാൻ മറ്റാരോ ആണെന്ന് തെറ്റിദ്ധരിച്ചതാ. ഐ എം സോ സോറി. ഐ ഗസ് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. സമീർ, ജസ്റ്റ് ഗിവ് മീ 5 minutes. ഷുവർ ചേട്ടാ, ഷുവർ. പ്ലീസ് ദിസ് വേ. അതാണ് ഞാൻ ആലോചിച്ചത്. താങ്കൾ എന്റെ വർക്ക്, എന്റെ പ്രൊഫൈൽ എന്തിനാ ചെക്ക് ചെയ്യുന്നതെന്ന്. ഐ എം ഓൾസോ കൺഫ്യൂസ്ഡ്. ഇനി നിങ്ങൾ മോഡൽ അല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാ കാണാൻ വന്നേ? ഈ കാര്യം താങ്കളുടെ സുഹൃത്ത് പ്രീതിയോട് ചോദിക്കൂ. ബൈ. രാഖി വളരെ നല്ല ആളാ. സൃഷ്ടിക്ക് എന്ത് നല്ല സൊല്യൂഷനാ പറഞ്ഞു കൊടുത്തേ. അല്ലെങ്കിൽ ആ പാവം ശരിക്കും വിഷമിച്ചു പോയാനെ. ചേച്ചി എത്ര ദിവസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ചേച്ചിക്ക് അറിയായിരിക്കുമല്ലോ ഈ കത്തി, ഐ മീൻ നൈഫ് എവിടെ വെച്ചിരിക്കുന്നതെന്ന്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഈ ടിഷ്യൂന്റെ സ്റ്റോക്സ് എവിടെ വെച്ചിരിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാവോ? എനിക്കറിയില്ല ഈ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന്. കത്തി ചിലപ്പോ കിച്ചണിൽ കാണാൻ സാധ്യതയുണ്ട്. നിനക്കെന്തിനാ കത്തി? ഓ ഗോഡ്, ചേച്ചിക്കും അറിയില്ലേ? ഇനി എന്റെ കാര്യം പോക്ക. എനിക്ക് അറിയില്ല ചേച്ചി, ഞാൻ ടിഷ്യൂന്റെ സ്റ്റോക്ക് എവിടെ കൊണ്ടാ വെച്ചതെന്ന്. ഞാൻ ഇവിടെ എല്ലാം നോക്കി, അത് കാണുന്നില്ല. മോളെ, നൈവ്സ് അല്ലേ വേണ്ടത്? കിച്ചണിലേക്ക് ചെല്ല്. അവിടെ നൈവ്സിന്റെ ബ്രാൻഡ് ന്യൂ സെറ്റ് ഉണ്ട്. പിന്നെ ടിഷ്യൂസിന്റെ കാര്യം, മുകളിൽ പോയി സെക്കൻഡ് ലെഫ്റ്റിൽ ആദ്യം കാണുന്ന മുറിയുടെ വാഷ്റൂമിൽ ടിഷ്യൂസിന്റെ കുറച്ച് ബോക്സസ് കിടപ്പുണ്ട്. അവിടെ പോയി എടുത്തോളൂ. സോറി ആന്റി, അതിന്റെ സ്റ്റാഫ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നില്ല. ഓഹ് മോളെ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? താങ്ക് യു സോ മച്ച് ആന്റി. ചേച്ചി, ഞാൻ പോയി നൈഫിന്റെ സെറ്റ് എടുത്തോണ്ട് വരാം. ചേച്ചി പോയി ആ ടിഷ്യൂ ഒന്ന് എടുത്തോണ്ട് വരണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ആന്റി, ബൈ. കിരണിന്റെ മുറിയല്ലേ? ഇവിടേക്ക് എന്തിനാ വരാൻ പറഞ്ഞേ? കിരൺ ഇന്ന് വളരെ വിചിത്രമായിട്ടാ പെരുമാറുന്നേ. ചിലപ്പോ നിന്ന് വെറുതെ ചിരിക്കുന്ന കാണാം. ചിലപ്പോ അതും ഇതും പറഞ്ഞ എന്റെ ഫോർഗെറ്റ് ഇറ്റ്. ഇവിടെ വാഷ്റൂം എവിടെയാ? ഇവിടുന്ന് നാപ്കിൻ എടുത്ത് പെട്ടെന്ന് സ്ഥലം വിടാം. ഇത് ടിഷ്യൂ ആണല്ലോ. നാപ്കിൻ. ഇതും എടുത്തേക്കാം. ഓ ഹലോ, ഇനി നീ അങ്ങ് കണ്ണ് തുറന്നോ. എന്തിനാ ഭയപ്പെടുന്നേ? എനിക്ക് ഷർട്ടൊക്കെ ഉണ്ട്. നിന്റെ മുഖം കണ്ട് പേടിച്ചതാ ഞാൻ. നിൽക്ക. എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. Don't touch me. Who want to touch you? You want to touch me? Oh, really? I want to touch you. നീ എന്റെ വാഷ്റൂമിൽ വന്നേ, എന്റെ വീട്ടിലും ബെഡ്റൂമിലും നീയാ കയറി വന്നേ. And I want to touch you. നിന്റെ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് എന്നെ നോക്കല്ലേ സൈക്കോ. നിന്റെ ഈ തലയുണ്ടല്ലോ,
ഒരു പൊടി പിടിച്ച റെക്കോർഡർ പോലെ ആയിരിക്കും. അതിൽ ഒരേ കാര്യം തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. യു വാണ്ട് ടു ടച്ച് മീ, നിനക്ക് എന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നീ എന്റെ പിന്നാലെ നടക്കണം. ലെറ്റ് മീ ടെൽ യു ഫോർ വൺ ലാസ്റ്റ് ടൈം, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു. ഓക്കേ? ഓക്കേ മെന്റൽ. എനിക്കിപ്പോ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം അറിഞ്ഞാ മതി. നിനക്കും പിന്നെ എന്റെ രോഹിത് ഏട്ടനുള്ളിൽ എന്ത് സീനായി നടക്കുന്നേ? ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഗൂഗിളിൽ എറിഞ്ഞപ്പോ ആദ്യ ബോളിൽ നീ അങ്ങ് ഔട്ടായി പോയോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ ഫൈനൽ സോണിൽ പോയാൽ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനേ പോകുന്നില്ല. കേട്ടോടി, നിനക്കും എന്റെ ചേട്ടനുള്ളിൽ എന്താണെങ്കിലും ശരി, നീ അതൊക്കെ ഇന്നത്തോടെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. റൈറ്റ് നൗ, ഡു യു അണ്ടർസ്റ്റാൻഡ്? Why should I understand? You understand? എനിക്കിങ്ങനെ ഓർഡർ ഇടാൻ മാത്രം നീ ആരാ? നീ അവരോട് സംസാരിക്കണം, ഇവരോട് സംസാരിക്കാൻ പാടില്ല. ഇത് എന്റെ ജീവിതമാണ്. എന്റെ മനസ്സിൽ തോന്നുന്ന എന്തോ അത് ഞാൻ ചെയ്യും. Now you understand that? ഓഹോ, ഇത്രയും പറഞ്ഞ് നീ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? ഈ ആർഗ്യുമെന്റ് ചെയ്ത് നീ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിനക്ക് ചേട്ടനുള്ളിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ലേ? റൈറ്റ്? അല്ല, നീ ആരാ? എന്റെ അമ്മയാണോ, എന്റെ അച്ഛനാണോ, അതോ എന്റെ ചേട്ടനാണോ? എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ നിന്നോട് പറയണമെന്ന് നീ എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓഹോ, അത് ശരി. ഞാൻ നിന്റെ പപ്പയോ അല്ല, പിന്നെ നിന്റെ മമ്മിയോ അല്ല. എന്റെ കണ്ണ് എപ്പോഴും നിന്റെ മേൽ തന്നെ ഉണ്ടാവും. നിന്റെ ഗെയിം പ്ലാൻ സക്സസ്ഫുൾ ആവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നീ വലിയ സൂത്രക്കാരിയല്ലേ? ആദ്യം എന്റെ പിന്നാലെ കൂടി, ഇപ്പതാ എന്റെ ചേട്ടന്റെ പുറകിലും. വാട്ട് കൈൻഡ് ഓഫ് എ ഗേൾ യു ആർ? I am a very nice kind of a girl. പക്ഷെ നീ ഉണ്ടല്ലോ, നിന്റെ ഈ മനസ്സിലും തലയിലും ഒക്കെ ഒരൊറ്റ ചിന്തയുള്ളൂ. നിനക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. ഞാൻ ആരുടെ പിന്നാലെയാ, ആരെന്റെ പിന്നാലെയാ, ആരൊക്കെ എന്നെ നോക്കുന്നേ? നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? എനിക്ക് ശ്രദ്ധ വേണോ അല്ലേ? നിന്റെ ഈ മുഖത്തും ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പേടിയാവും. നിന്നെ പോലൊരു മെന്റൽ കേസ്. നിന്നെ കണ്ടുമുട്ടി അന്ന് തന്നെ എന്റെ ലൈഫിന്റെ സെറ്റിംഗ്സ് ആകെ മാറി. നിനക്കറിയോ ഞാൻ എത്ര ശാന്ത സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്ന്? നീ ആരോട് വേണമെങ്കിലും അന്വേഷിച്ചോ. പക്ഷെ നീ എന്റെ മുന്നിൽ വന്ന് പെട്ടാലുണ്ടല്ലോ, എന്റെ കൺട്രോൾ മൊത്തം പോയിട്ട് എനിക്ക് എന്ത് ദേഷ്യം വരുന്നറിയോ? നിന്റെ ഈ തലയിടിച്ച് പൊട്ടിക്കാൻ തോന്നും. നിന്റെ മുഖം കണ്ടാ പിന്നെ എനിക്ക് കുച്ചിപ്പുടി കളിക്കാനല്ലേ തോന്നുന്നേ? നിന്നെ പോലൊരു മെന്റൽ കേസിന് വേണ്ടി നീ എങ്ങോട്ടായി പോകുന്നേ? എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം വേണം. നിനക്കും എന്റെ ചേട്ടനോടിൽ എന്താ പ്രശ്നമെന്ന്, പിന്നെ അത് എന്താണെങ്കിലും ഇന്ന് തന്നെ അവസാനിപ്പിച്ചേക്കണം. ഇന്ന് തന്നെ. നിന്റെ എന്റെയും ചേട്ടൻ, ഞാനും നിന്റെ ചേട്ടനും തമ്മിൽ നീ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ നിനക്ക്? ഉറപ്പാണോ? അതിരിക്കട്ടെ, ആദ്യം നീ ഇതിന് മറുപടി പറ. ഇത്രയും വലിയൊരു കല്ല് വെച്ചെന്നോണം നിന്നോട് ആരാ പറഞ്ഞു തന്നെ? എനിക്കിപ്പൊ അറിഞ്ഞേ പറ്റൂ. നിന്റെ ചേട്ടൻ രോഹിത് സാറും ഞാനും തമ്മിൽ എന്തോ സീന് നടക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞു നിന്നോട്? എത്രയധികം ആളുകളാണ് എന്റെ ചുറ്റും നടക്കുന്നത്. പക്ഷെ ഞാൻ ആരെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അവളെ മാത്രം കാണുന്നില്ല. ഈ പ്രീതി ഇത് എങ്ങോട്ടാ പോയേ? അവൾക്ക് എങ്ങനെ ഷെർലിനെ അറിയാം? ആരാണ് ഈ ഷെർലിൻ? അവര് രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? ഐ എം സോറി അമ്മേ, ഞാൻ ഒരാളെ അന്വേഷിക്കായിരുന്നു. അമ്മേ ഞാൻ കണ്ടില്ല. ഓഹോ മോനെ, നീ ആരെയാ തിരിഞ്ഞത്? ഞാനും കൂടി ഒന്നറിയട്ടെ. അമ്മേ, ഞാൻ പ്രീതി അന്വേഷിക്കായിരുന്നു. പ്രീതയോ? പ്രീത കിരണിന്റെ വാഷ്റൂമിൽ പോയിരിക്കുന്ന ടിഷ്യൂസ് എടുക്കാൻ വേണ്ടിട്ട്. അതിവിടെ ആവശ്യമുള്ളതല്ല, അതുകൊണ്ടാ. പിന്നെ നിനക്കറിയാലോ, അവൾ എന്തെങ്കിലും ജോലി ഏറ്റെടുത്ത പിന്നെ അത് തീർക്കാതെ വരില്ലെന്ന്. സോ ഒബ്വിയസ്ലി അവൾ അവിടെ കാണും. ഓക്കേ, ഐ വിൽ ഫൈൻഡ് ഹർ. ഓക്കേ. ഓ ഹലോ, ഞാൻ ഗൂഗിളിൽ എറിഞ്ഞപ്പോഴേക്കും നീ അങ്ങ് ക്ലീൻ ബൗൾഡ് ആയോ? ഓ മെന്റൽ കേസ്. സൈലന്റ് മോഡിൽ ആയതുപോലെ ഇങ്ങനെ നിന്നാൽ എന്റെ ക്വസ്റ്റ്യൻ നീ അവോയ്ഡ് ചെയ്യാമെന്ന് കരുതിയോ? ഐ വാണ്ട് മൈ ആൻസർ റൈറ്റ് നൗ. രോഹിത് സാറിനെയും എന്നെയും കുറിച്ച് ഇല്ലാത്ത ഈ വാർത്ത നിന്നോട് പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റും. നിനക്ക് തോന്നില്ല നീ എന്റെ ലൈൻസ് റിപ്പീറ്റ് ചെയ്യാണെന്ന്? ഐ മീൻ, നിനക്ക് സ്വന്തമായിട്ട് വേർഡ്സ് ഒന്നുമില്ലേ? ഈ ഇല്ലാത്ത കഥകളൊക്കെ എന്നോട് പറഞ്ഞ് കിരൺ നമ്പ്യാർ എത്ര വലിയ വൃത്തികെട്ടവനാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ നിന്റെ വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ? കാരണം നിനക്ക് നിന്റെ നിലവാരത്തിലുള്ള ഭാഷയല്ലേ മനസ്സിലാവൂ. തല്ലുകൊള്ളി, താൻ തോന്നി, വൃത്തികെട്ടവൻ. ഓഹോ, അതിനർത്ഥം നീ അത്രയ്ക്ക് താൻ തോന്നിയൊന്നും അല്ലെന്നല്ലേ? ഇത്രയും താൻ തോന്നിയോ? ഞാൻ ഒരിക്കലും നിന്നെ പോലൊരാളല്ല. പക്ഷെ ഞാൻ നിന്റെ മുന്നിൽ വന്ന് പെട്ടാലുണ്ടല്ലോ, നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക്. ശരി, അതൊക്കെ പോട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. രോഹിത് സാറിനെ എന്നെയും കുറിച്ച് അപവാദം പറഞ്ഞത് ആരാണെന്ന് പറ. അല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ രോഹിത് സാറിനോട് പോയി കാര്യം പറയും. സാറിന്റെ അനിയൻ കിരൺ ഉണ്ടല്ലോ, എല്ലായിടത്തും റൂമർ പറഞ്ഞു നടക്ക സാറും ഞാനും തമ്മില് എന്തോ ഉണ്ടെന്ന്. ഇപ്പൊ തന്നെ പോയി നിന്റെ അനിയത്തി സൃഷ്ടി തന്നെയാ. എന്ത്? യെസ്. സൃഷ്ടിയോ? യാ. പക്ഷേ സൃഷ്ടി എന്തിനാ അങ്ങനെ പറയുന്നേ? അവൾക്ക് ശരിക്കും വട്ടായോ?
അതിനെന്താ, നിന്റെ തലയിൽ ഒട്ടും ബുദ്ധിയില്ലേ? അവൾ എന്ത് പറഞ്ഞാലും നീ അതേപോലെ അങ്ങ് വിശ്വസിക്കോ? നിന്റെ അനിയത്തിയല്ലേ പറഞ്ഞത്, അപ്പൊ വിശ്വസിച്ചല്ലേ പറ്റൂ. പിന്നെ നിന്നെ കുറിച്ച് സെൻസിബിൾ ആവള. അത് ശരിയാ, അവള് വളരെ സെൻസിബിളാ. പക്ഷെ എനിക്ക് തോന്നുന്നത് അവള് നിന്റെ കൂടെ കൂടിയപ്പോ അവളുടെ ബുദ്ധി നിന്നെ പോലെ ആയി പോയിന്നാ. അവൾ ഇതും പറയാറുണ്ട്, ഞാനും നീ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞതിനർത്ഥം അവള് പറയാറുണ്ട്, നിന്നെ ഏതെങ്കിലും പെണ്ണ് കണ്ടു കഴിഞ്ഞാ നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലാന്ന്. അവള് കരുതുന്നത് നീ വളരെ ഹാൻസം ആൻഡ് ചാമിങ് ആണെന്ന. നിന്റെ ഫേസ് കട്ട്, നിന്റെ നോസ് വളരെ ഷാർപ്പാണ്, നിന്റെ സ്മൈൽ വളരെ നല്ലതാണ്, ഡിംപിൾ, ചീക്ക് ആൻഡ് ഓൾ ദാറ്റ്. ഓ ഹലോ, അങ്ങനെ അവളാ കരുതുന്നേ, ഞാനല്ല. നിന്റെ അനിയത്തി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയോ നിനക്ക്? ഐ ലൈക്ക് ഹർ. എത്ര സെൻസിബിൾ അവള്. അവൾക്ക് അറിയില്ലല്ലോ നിന്റെ തനിനിറം എന്താണെന്ന്. നിന്റെ തോന്നിയാസങ്ങളെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരു പ്രത്യേകത ഉള്ളതായിട്ടും എനിക്ക് തോന്നാറില്ല. ഹലോ, നിന്നോട് ഞാൻ ചോയ്സിനെ പറ്റി ചോദിച്ചോ? എന്നെ പറ്റി നീ വിചാരിക്കുന്ന എന്താ? ജസ്റ്റ് കീപ് ഇറ്റ് യുവർസെൽഫ്. നിന്റെ തോട്ട്സ് ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് കെയർ. എന്തൊക്കെയായാലും കിരൺ നമ്പ്യാർക്ക് പെമ്പിളുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല. യുനോ, ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫീമെയിൽ ഫോളോയിങ്. എന്നെ അറിയാവുന്ന എല്ലാ പെൺകുട്ടികൾക്കും എന്റെ ലൈഫിൽ വരണമെന്നുണ്ട്, പിന്നെ എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട്. എൻഗേജ്. ഇന്നൊരു പെണ്ണ് അവളുടെ പാരന്റ്സിനെ കൂട്ടി എന്റെ വീട്ടിൽ വന്നായിരുന്നു, ഞാനോട്ട് എൻഗേജ്മെന്റ് നടത്താൻ. സോഫിയ എന്ന അവളുടെ പേര്. ഓ, ആ സോഫിയ ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ടുമുട്ടിയപ്പോ കാറിലുണ്ടായിരുന്ന പെണ്ണല്ലേ? ആ പെണ്ണ് ഇന്നിവിടെ വന്നിട്ടുണ്ടോ അവളുടെ പാരന്റ്സിന്റെ കൂടെ നീയുമായിട്ടുള്ള എൻഗേജ്മെന്റിന്? അത് നല്ല കാര്യമല്ലേ? You know what she said? Now you got it. അവൾ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ് നടത്താമെന്നാ. ആസിഫ്, എനിക്ക് എൻഗേജ്മെന്റിന് എന്തോ ധൃതിയുള്ള പോലെ. നിനക്കറിയോ, എനിക്ക് നിന്നെ പോലുള്ള ആണുങ്ങളെ എത്രമാത്രം വെറുപ്പാണെന്ന്. ആദ്യം പെൺപിള്ളേരുടെ പുറകെ നടന്ന് പറഞ്ഞു മയക്കി പ്രേമത്തിൽ കൊടുക്കും, പിന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുക്കും. എന്നിട്ട് ആ പാവം പ്രേമത്തിൽ വീണ് കഴിയുമ്പോ പിന്നെ അവളെ ഉപേക്ഷിക്കും. പിന്നെ അവളുടെ ഹൃദയം തകർന്നാലോ ജീവിതം നരകിച്ചാലോ നിങ്ങളെ പോലുള്ളവർക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? ശരി, എന്നാൽ ഇനി ഞാൻ പറയുന്ന കേട്ടോ. ഈ സോഫിയ ഇനി നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. നീ അവളെ തന്നെ കല്യാണം കഴിക്കും. നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാവാതെ പോട്ടെ. ബിക്കോസ് യു ഡിസേർവ് ഇറ്റ്. നോ 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 നോ, there is a correction. കിരൺ നമ്പ്യാരുടെ ഈ ലൈഫിലുണ്ടല്ലോ ഞാൻ ഹാൻഡിൽ ചെയ്യാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. നീ കണ്ടോ, ഇങ്ങനെ ഞാൻ ആ സിറ്റുവേഷനിൽ നിന്ന് പുഷ്പം പോലെ പുറത്തു വരുന്നത്. എന്റെ പ്രശ്നം അവളുടെ പ്രശ്നമൊക്കെ മാറ്റും ഞാൻ. ജസ്റ്റ് സീ, ജസ്റ്റ് വാച്ച് ഇറ്റ്. നിന്നെ പോലുള്ള ആളുകളെ എനിക്ക് 2 മിനിറ്റ് പോലും സഹിക്കാനേ പറ്റുന്നില്ല. എന്റെ ആരോഗ്യത്തിന് അത് ഹാനികരമാണ്. അതുമല്ല, നിന്നെ പോലൊരു വൃത്തികെട്ട താന്തോന്നിൽ നിന്ന് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നതുമില്ല. ഈ ഷെർലിന്റെ സസ്പെൻസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പ്രീതയോട് ചോദിക്കേണ്ടി വരും. അറിയില്ല അവളിൽ എന്താ അങ്ങനെയുള്ളത്, എന്നെ ആകർഷിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാവുന്നില്ല അവൾക്ക് വേണ്ടി എന്ത് ഫീലിങ്സ് ആണ് ഞാൻ അനുഭവിക്കുന്നതെന്ന്. അതെന്തു തന്നെ ആയാലും വളരെ സുന്ദരമായൊരു വികാരമാണത്. ഐ റിയലി ലൈക്ക് ഇറ്റ്. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ എളിച്ചോണ്ടിരിക്കുന്നേ? വിക്ടറി സ്മൈൽ. എന്താണോ? അതായത് നീ ഞാൻ വിചാരിച്ച പോലുള്ള പെണ്ണ് തന്നെയാ. എല്ലാം ഞാൻ കരുതിയ പോലെ തന്നെയാ നിനക്കുള്ളത്. ആ പിന്നെ എനിക്കെല്ലാം കാണാൻ പറ്റും.
ഒരു പ്രാവശ്യമാണെങ്കിൽ കോയിൻസിഡൻസ് ആണെന്ന് കരുതി മറന്നേനെ. പക്ഷെ നീ എന്റെ കൈകളിലേക്ക് വീണ റെക്കോർഡ് നേടിയിരിക്കല്ലേ. എപ്പോഴും ഇങ്ങനെ വീണോണ്ടേയിരിക്കുക. ഇപ്പൊ എനിക്കൊരു കാര്യം വിശ്വാസമായി, നീ ആ സൃഷ്ടി പോലെ അവൾ എന്നെ കാണുന്ന കണ്ണുകൊണ്ട് തന്നെ നീയും എന്നെ കാണുന്നേന്ന്. യുനോ, അതിലത്ര തെറ്റൊന്നുമില്ല. ഞാൻ നിനക്ക് നീ ഇന്നുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരാം. പക്ഷെ നീ സത്യം പറയണം. അതെ, ഞാൻ നിന്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? കണ്ണുകൾ ഹൃദയത്തിന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? മനുഷ്യന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്തു തന്നെയായാലും അതിന്റെ പ്രതിഫലനം അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഞാനും കാണാൻ ശ്രമിക്കുകയാണ് നിന്റെ ഈ ഹൃദയം എത്ര ഇരുട്ട് നിറഞ്ഞതാണെന്ന്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് സോഫിയോട് പറയാൻ പോവാ. ഏത് മനുഷ്യന്റെ വലയിലാണോ അവള് വീണിരിക്കുന്നത് അത് മനുഷ്യനല്ല ചെകുത്താനാണെന്ന്. ഇനി സമയം കളയാതെ വേഗം രക്ഷ. നിന്നോട് എനിക്കുള്ള അത്രയും വെറുപ്പുണ്ടല്ലോ, അതെനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല. സെയിം ഹിയർ. എനിക്ക് നിന്നോട് അത്രയും വെറുപ്പുണ്ട്. നിന്റെ കഴുത്തിങ്ങനെ ഞെരിച്ച് കൊല്ലാനുള്ള വെറുപ്പാ എനിക്ക്. പ്രീത, താൻ അകത്തുണ്ടോ? റോഹിത് ഏട്ടൻ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ ആകെ തെറ്റിദ്ധരിക്കും. കിരൺ നമ്പ്യാരും പിന്നെ ഈ മെന്റലും കൂടി. അതിനേക്കാളും ഞാൻ മരിക്കുന്നതാവും നല്ലത്. പ്ലീസ് മിണ്ടാതിരിക്കും. ശരി, കൈ മാറ്റിയ നീ നിലവിളിക്കോ? ചേട്ടാ, ഞാൻ അകത്തുണ്ട്. പക്ഷെ ചേട്ടൻ എന്തിനാ പ്രീതി എങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? ഓ, നീയാണോ അകത്ത്? അതിന് നീ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ താഴേക്ക് വരുന്നില്ലേ? ചേട്ടാ, വാഷ്റൂമിൽ ഞാൻ എങ്ങനെയാ റൊമാൻസ് ചെയ്യുന്നത്? ആ, നിന്റെ കാര്യമല്ലേ, അതൊന്നും പറയാൻ പറ്റില്ല. എടാ, എന്തായാലും നീ വേഗം ഒന്ന് താഴേക്ക് വാ. എല്ലാരും ഇതിനെ വെയിറ്റ് ചെയ്യണം. കമ്മിങ്. സൃഷ്ടി, യെസ് മാം. നോക്ക്, നിന്റെ വർക്കേഴ്സ് എല്ലാം എവിടെ പോയി? പിന്നെ സതീഷ് ഇല്ലേ, അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഓ ഗോഡ്, ഇവരോട് എങ്ങനെ പറയും ടിഷ്യൂ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടെന്ന്? അയാള് പുറത്തോട്ട് പോയി മാം. നോക്ക്, നിന്റെ അറേഞ്ച്മെന്റ്സിൽ ഒരുപാട് പോരായ്മകളുണ്ട്. എന്റെ എല്ലാ ഗസ്റ്റുകളും കംപ്ലൈന്റ് ചെയ്യുക. ടിഷ്യൂസിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന്. ഐ മീൻ വൈ? കാരണം ഞാനത് എവിടെയോ വെച്ചിട്ട് മറന്നുപോയി. ഇപ്പൊ അത് കാണുന്നുമില്ല. ഹലോ, ഐ എം ആസ്കിംഗ് യു സംതിങ്. നീ വേഗം ഈ ഷോർട്ടേജ് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് നൽകും. വേണ്ട മാം, ഞാൻ ഈ പ്രോബ്ലം ശരിയാക്കി തരാം. യു ഡോണ്ട് വറി, ഓക്കെ? ബെറ്റർ. ചേച്ചി എന്താ ഇതുവരെ ടിഷ്യൂ എടുത്തോണ്ട് വരാത്തെ? ഏത് മുറിയിലായിരുന്നു? രാധിക എന്റെ പറഞ്ഞത് സെക്കൻഡ് ലെഫ്റ്റ് ഫസ്റ്റ് റൂം. പുറത്ത് ആരുമില്ല, നീ അങ്ങ് പൊയ്ക്കോ. നീ പിന്നെയും കയറി വന്നോ? നിനക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടിയല്ലേ, പിന്നെ എന്തിനാ? അതേ, ഞാൻ ആരോ ഇങ്ങോട്ട് വരുന്ന കണ്ടു. അതൊരു ലേഡി ആയിരുന്നു. ഇനി അത് നിന്റെ കവിത ആന്റി ആണേൽ നിന്റെ കൂടെ എന്നെ കണ്ടാൽ അവരെന്റെ ജീവൻ എടുക്കും ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ തിരികെ ഓടി വന്നത്. നീ എന്താ പുറത്തെ മുറിയിൽ ഒളിക്കാതെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നേ? എന്റെ ഒരു കാര്യം പേടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നത്. നിനക്ക് എന്തായാലും കഥ മെനയാൻ നന്നായിട്ട് അറിയാം. ഞാനില്ലാണ്ട് നിനക്ക് ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ പോരെ? നിനക്ക് ഞാനില്ലാണ്ട് സമാധാനമാവില്ലേ? യു ആർ ഇൻ ലവ് വിത്ത് മീ. പ്രീത ചേച്ചി, കിരൺ സാർ പ്രീത ചേച്ചിയെ കണ്ടായിരുന്നോ? ചേച്ചിയുടെ ടിഷ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി വരുന്നതോ പോകുന്നതോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുവോ? ഞാനും അവളെ തന്നെ തിരഞ്ഞോണ്ടിരിക്കുന്നേ. ഐ മീൻ, ഞാൻ കണ്ടായിരുന്നു. ഈ പെമ്പിള്ളാർ എന്റെ ആരാധകരായതുകൊണ്ട് വാഷ്റൂമിൽ പോലും എന്റെ പിന്നാലെ വരും. അവളും വന്നായിരുന്നു. സൈക്കോ നിന്റെ ചേച്ചി. പക്ഷെ അവളെ ഞാൻ വേറെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു ടിഷ്യൂ എടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു സർ. ഓ സതീഷ്, നീ വന്നോ? ആ മാഡം, ഞാൻ നിങ്ങളെ അന്വേഷിക്കായിരുന്നു. മാഡം പറഞ്ഞ ആ ടിഷ്യൂന്റെ സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. പിന്നെ ഒത്തിരി കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ജോലിയുടെ സ്പീഡ് കുറച്ച് കൂട്ടണം. ഓക്കെ, നടക്ക്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. May I?
ഒന്ന് വേഗം തുറക്ക്. തുറക്കുമല്ലേ? ഒരു കാര്യം പറയട്ടെ, ഇന്ന് എനിക്ക് നിന്നെ ആദ്യമായിട്ട് ഇഷ്ടമായി. നീ എന്റെ മുന്നിൽ കൈകോപ്പി നിന്നപ്പോ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോ വാട്ട് എ മൊമെന്റ്. നീ എന്റെ കാലും കൂടി പിടിച്ചായിരുന്നെങ്കിൽ. അത്രയ്ക്കൊന്ന് സന്തോഷിക്കൊന്നും വേണ്ട. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അങ്ങനെ ചെയ്തത്, മനസ്സിലായോ? നീ ഇത് റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്റെ സ്ഥാനത്ത് ഈ ലോകത്തിലെ വേറെ ഏത് മനുഷ്യനാണെങ്കിലും എനിക്ക് പ്രശ്നമേ ഇല്ലായിരുന്നു. എല്ലാവരുടെ മുന്നിലേക്കും വന്നേനെ. പക്ഷെ ഇവിടെ അത് നീ ആയിപ്പോയി. എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ആരെങ്കിലും നിന്നെ എന്റെ കൂടെ കണ്ടിട്ട് ഞാനും നീ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നത്. അതിനേക്കാളൊക്കെ നല്ലത് ഞാനങ്ങ് മരിച്ചു പോകുന്നതായിരിക്കും. ദിസ് ഹോട്ട് ഈസ് സോ ഡിസ്കസ്റ്റിംഗ് ഫോർ മീ. നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കാതെ നിന്റെ ഫാമിലിയിൽ ഓരോരുത്തരായി വന്ന് നമ്മളെ ഇങ്ങനെ കാണുന്നതിന് മുമ്പ് നീ വേഗം വാതിൽ തുറക്കും. എക്സാക്ട്ലി, ഞാനും അതന്നെ പറയുന്നേ. ഈ ലോക്ക് ഒടിഞ്ഞെന്നാ തോന്നുന്നേ. നീ നേരത്തെ ധൃതി പിടിച്ച് കഥക് വലിച്ചടച്ചില്ലേ? ധൃതി പിടിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നമ്മളെ രണ്ടുപേരെ സൃഷ്ടി കാണണമെന്ന് വിചാരിക്കണമായിരുന്നു. ആരാ വരുന്നെന്ന് അറിയാതെ ഞാൻ ആകെ പേടിച്ചു. അതുകൊണ്ടെന്താ നിന്റെ അനിയത്തിയല്ലേ, അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഈ സിറ്റുവേഷനിൽ അകപ്പെടില്ലായിരുന്നു. ഓഹോ, എന്നാ പിന്നെ നിന്റെ മൂത്ത ചേട്ടനല്ലേ രോഹിത് സർ? വളരെ നല്ല മനുഷ്യനല്ലേ? നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നമുക്കിടയിൽ മറ്റൊന്നുമില്ലാന്ന്? നീ എന്തിനാ പേടിച്ചൊളിച്ചിരുന്നേ? നീ കാരണം ഞാൻ ഇത്രയും നേരം ഇതിനകത്ത് ഒളിച്ചിരുന്നത്. നിനക്ക് എന്നെക്കാൾ എല്ലാ കാര്യങ്ങളും അറിയാം. ശരി, ഇത് നീ തന്നെ അൺലോക്ക് ചെയ്തോ. നിന്റെ സംസാരം കേട്ടിട്ട് എന്നെ തല പെരുക്കുക. ഹെൽപ്പ് യുവർ സെൽഫ്. ബൈ പ്ലീസ്. അല്ല മാം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ? മാഡത്തിനും ഗസ്റ്റിനെ എല്ലാം സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? എന്റെ ഗസ്റ്റുകളുടെ മേൽ നിന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ എനിക്കുണ്ട്. ആദ്യം നീ ഇത് പറയൂ, ആ ഒരു ടിഷ്യൂ ഷോർട്ടേജ് നീ സോർട്ട് ഔട്ട് ചെയ്തോ ഇല്ലയോ? എല്ലാ പ്രോബ്ലംസും സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ടിഷ്യൂന്റെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ മാം പെട്ടെന്നാണ് ഇങ്ങനെ ഹൈപ്പർ ആവുന്നത്. ഇത് ആരോഗ്യത്തിന് ഒട്ടും തന്നെ നന്നല്ല. പിന്നെ എന്റെ ജോലി നന്നായിട്ട് ചെയ്യാൻ എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയുള്ള വലിയ വലിയ ഇവന്റ്സിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവിക. നീ എന്റെ മുന്നിൽ അധികം ഓവർ സ്മാർട്ട് ആകല്ലേ? അല്ല മാം, ഞാൻ ഓവർ സ്മാർട്ട് ആവുകയല്ല. ഞാൻ സോറി പറയായിരുന്നു എന്റേതായ രീതിയിൽ. ഇത്രയും ആറ്റിറ്റ്യൂഡ് എന്തിനാ കാണിക്കുന്നേ? കൈ കൂപ്പിയിലും നിനക്ക് പ്ലീസ് ഒന്നൊന്ന് പറയാലോ. മാറി, ഞാൻ നോക്കാം. നോ താങ്ക് യു. രക്ഷപ്പെട്ടു. കിരൺ, ഓ ഗോഡ്, നീ എവിടെയായിരുന്നു? ഞാൻ എവിടെയെല്ലാം നിന്നെ തിരയുകയായിരുന്നോ? എന്നിട്ട് നീ ഇവിടെയായിരുന്നോ? ഓ ഗോഡ്, ഇപ്പൊ ഇവൻ ശരിക്കും പെട്ടുപോയി. ഇവൻ സോഫിയിൽ നിന്നും രക്ഷപ്പെട്ടേനെ. അവളെ മണ്ഡപത്തിൽ കൊണ്ടുപോയി പറ്റിക്കാൻ നോക്കായിരുന്നല്ലേ? സോ വെരി ഗുഡ്. കം ഓൺ സോഫിയ, ഈ അഹങ്കാരി ഒരു നല്ല പാഠം പഠിപ്പിക്കും. നീ ഇവിടെ എന്തെടുക്കുക? എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ നീ എന്തോ ഒരു ചുറ്റിക്കളി നടത്തുകയാണ്, അതും ഏതോ ഒരു പെൺകുട്ടിയോടൊപ്പം. എന്താ നടക്കുക? സത്യം പറ, ആ പെൺകുട്ടി എവിടെ? സാർ ഏത് പെണ്ണിനെയാണോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, അവളെ സാർ വേറെ ആരെയോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ചിന്തിപ്പിക്ക്. മാഡ്ലി ലവ് ടൈപ്പ്. അങ്ങനെ ആവുമ്പോ ഈ പെണ്ണിന് ജലസ് ആവും. പിന്നെ സാറിനെ വിട്ടിട്ട് അങ്ങ് പൊക്കോളും. അമേസിംഗ് ഐഡിയ. ഇനി പ്രീതയ്ക്ക് എന്നെ ഈ മെഷീൻ ഗണ്ണിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ. അവിടെ വെച്ചും എന്നെ അവോയ്ഡ് ചെയ്ത് പൊയ്ക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കോൾ ചെയ്തു. മതി. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തിനാ ഈ സംസാരിക്കുന്നത്? നോക്ക്, നീ ചോദിക്കുന്നോണ്ട് മാത്രം ഞാൻ നിന്നോട് പറയാം. എന്താ നീ പേടിച്ചു പോയോ? പറയട്ടെ, അവള് പറയട്ടെ. നിന്നെ ആരെങ്കിലും വഴക്ക് പറയുന്ന കേൾക്കുമ്പോ മനസ്സിന് എന്താ ഒരു സുഖം. ഇനി നീ തടഞ്ഞാലും അവള് നിന്നെ വിടാൻ പോകുന്നില്ല. സ്വയം വലിയ സ്മാർട്ട് ആണെന്നല്ലേ വിചാരിച്ചിരുന്നത്? ഇനി നോക്കട്ടെ ഇവൻ എന്ത് സൂത്ര പറയാൻ പോകുന്നെന്ന്. ഇവന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? നിന്റെ സംശയം തീർത്തും ശരിയാണ്. നീ ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും സത്യം പറയാം. എന്റെ ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ പാർട്ടിയേക്കാൾ പ്രാധാന്യമുണ്ട്. യുനോ, ഞാനും അവരും തമ്മിൽ ഒരു സീനുണ്ടായിരുന്നു. ആ ആള് ബെഡ്റൂമിലല്ല ഉള്ളത്, ബാത്റൂമിലാണ്.